ഇന്ന് നമുക്കേ ഒരു ഇച്ചിരി ചെമ്മീൻ കിട്ടിയേ. നമുക്ക് അതിനകത്തിട്ട് ഇച്ചിരി 2 മുരിങ്ങക്കായും കൂടെ ഒക്കെ ഇട്ട് ഒരു ചാറ് വെച്ചാലോ. ചെമ്മീൻ ആദ്യം തന്നെ നമ്മള് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ ആദ്യം തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഒരു മൺചട്ടിയിലോട്ട്. കുറച്ച് മുരിങ്ങയ്ക്ക, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മാങ്ങ, പാകത്തിന് മാങ്ങ ഇടാം. കറിവേപ്പില അത് ഇട്ടു. ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ചെമ്മീനൊന്ന് വേഗം വെക്കണം. മൂടി വെച്ച് വേവിക്കുകയാണേ. നമുക്ക് തേങ്ങ, ഒരു മുറി തേങ്ങയാണ്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതാ ആവശ്യത്തിന് മുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തോണ്ട് വരാവേ. ഇതാ നമ്മുടെ ചെമ്മീനും മാങ്ങായും മുരിങ്ങക്കായും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഒത്തിരി വെന്ത് പോരോന്നറിയാലോ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കണ്ടോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, എന്നാൽ ഒത്തിരി വെള്ളം ഒഴിച്ചു പോവുകയും ചെയ്യരുത് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. കറിയൊക്കെ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുത്തു, എണ്ണ ചൂടായിരുന്നു. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തേ. ഇനി ഇടുന്നത് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാ കറിയിലോട്ട് ഒഴിക്കാം. പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഈ കറിക്ക്. ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കണേ. എന്നും ഞാൻ കറി ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെ പറയും. അപ്പം അതിന് രുചിയുണ്ടോ എന്താന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു രുചിയല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ. ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരി എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. എന്തായാലും ചേച്ചിയോട് തന്നെ ചോദിക്കാം. നമുക്ക് നാടൻ രീതിയിൽ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയേക്കാവേ. ടേസ്റ്റ് ചോദിക്കാം. നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.